ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. കർത്താവ് ശരിക്കും പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 15-12 എനിക്ക് തന്നത്. പക്ഷെ ഇപ്പോൾ കർത്താവ് 14 എനിക്ക് തന്നത്. ഇപ്പോൾ 15 കൂടി വായിക്കാൻ പറഞ്ഞു. അതിനകത്തുനിന്ന് ദൈവം തമ്പുരാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രവാചകന്മാരെ കുറ്റം പറയുന്ന ആളുകളെ കർത്താവിനേക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് കള്ളത്തരമാണ്, അവർ എന്താണ് പറയുക, അങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അവർ കള്ളന്മാരാണ് എന്നെല്ലാം പറയുന്ന കുറച്ച് ആൾക്കാരെ കർത്താവിന് കാണിച്ചു തരുന്നു. അവർ കള്ളം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവർ എന്താണ് പറയുക, അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ അവരെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്യേണ്ട. മനസ്സിലായോ? കാരണം അത് കർത്താവിന് ഇഷ്ടമല്ലെന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. തൻ്റെ മക്കളെ ആവശ്യമില്ലാതെ കുറ്റം പറയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ല. വെറുതെ ശാപം ഇരന്ന് വാങ്ങുന്നതിന് തുല്യമാണത്. ആമേൻ. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഒരു സ്ത്രീ പറയുകയാണ്, കർത്താവ് കർത്താവ് ഈ കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന പാട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. എന്നിട്ട് അവർ തന്നെ പറയുന്നു, കർത്താവ് ജനിച്ചപ്പം തൊഴുത്തിൽ പശു ഇല്ലാത്തത് കൊണ്ടാണ് കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്നുള്ള പാട്ട് വന്നതെന്ന്. അത് കളിയാക്കി പറഞ്ഞതാണ്, പരിഹസിച്ച് പറഞ്ഞതാണ്. മനസ്സിലായോ? ദൈവം തമ്പുരാൻ പറയുന്നു, പണത്തിന് പിന്നാലെ പോകുന്നവൻ നശിക്കും. പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കളിയാക്കിയും പരിഹസിച്ചും കുറ്റം പറഞ്ഞും ജീവിക്കുന്ന ഒരിക്കലും നല്ലതല്ല. അത് ഒരിക്കലും നമുക്ക് ഉപകാരപ്പെടില്ല ആ പണം. രണ്ടാമത്, അവർ ക്രിസ്ത്യാനികളെ മുതലെടുക്കുന്നതാണ് ചില ആളുകൾ. നമ്മൾ ആരോടും വഴക്കിന് പോകില്ല, അടിക്ക് പോകില്ല, ബഹളത്തിന് പോകില്ല, കേസ് കൊടുക്കാനും പോകത്തില്ല. നമ്മളെ മിണ്ടാണ്ടിരിക്കും. അപ്പം ഈ വായിലെ നാക്കെടുത്ത് എന്ത് വേണേലും പറയാമെന്നൊരു വിചാരം അവർക്കുണ്ട്. മൂന്നാമത്, എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. മനസ്സിലായോ? ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവം പ്രതികാരത്തിൻ്റെയും ദൈവമാണെന്ന്. തെറ്റ് ചെയ്യുന്നവനെ കർത്താവ് അടിക്കും, പുറഞ്ഞെന്ന് അടിക്കും. മനസ്സിലായോ? ഇനി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, തലമുറകൾ പോലും രക്ഷപ്പെടില്ല എന്ന്. ഇത് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി. ബൈബിൾ വാങ്ങിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിൽ വായിച്ചാൽ മതി. നിങ്ങൾ ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇത് പറയുന്നത്. അപ്പം അതിനും പരാതിയാ. ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ മറ്റുള്ളവരെ പ്രാകുന്നു. ഇത് പ്രാക്കും ശാപമൊന്നുമില്ല. നിങ്ങൾ വെറുതെ ശാപം ഇരന്ന് വാങ്ങി അത് തലമുറകൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കാതെ വന്ന് ഭവിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? വെറുതെ ദൈവത്തെ, കർത്താവിനെയും വന്ന് കർത്താവിനെയും കൂടി പറയാൻ തുടങ്ങിയിരുന്നു. ദൈവത്തെ, അവൻ്റെ ദൈവ മക്കളെയും ദുഷിക്കുകയും ഈ കളിയാക്കുകയും പരിഹസിക്കുകയും അതിൽ കൂടി പണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അതൊരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല എന്ന് ഇതിനാൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, നിങ്ങൾ ബൈബിൾ വാങ്ങിച്ചോ, അതിനകത്തുണ്ട് ഇതെല്ലാം. കർത്താവ് ജാതികൾ, ഞാനൊക്കെ ഹിന്ദുവായിരുന്നു, ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ക്യാൻസർ വന്നു. അപ്പം ആ രോഗത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നേർച്ച കാഴ്ചകൾ ചെയ്തു, ഉരുണ്ടു മറിഞ്ഞു, കുറേ വ്രതമെടുത്തു, എന്നിട്ടും അസുഖം മാറിയില്ല. അവർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു. അവസാനം ഒരു പാസ്റ്റർ പറഞ്ഞത് കേട്ട് ഞാൻ ഒരു ചർച്ചിൽ പോയി, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ തന്നു. ഏത് ഡോക്ടറാണോ എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതേ ഡോക്ടർ തന്നെ എനിക്ക് ക്യാൻസർ ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നു. ആമേൻ. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, ആ ദൈവത്തെ രക്ഷകനെ സ്വീകരിച്ചു, ആരാധിച്ചു. അപ്പം എന്നെ പോലുള്ള അനേകരെ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളോട് സുവിശേഷം പറയാൻ. മനസ്സിലായില്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്ത് ഞങ്ങളെപ്പോലുള്ളവരെ സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. നിങ്ങൾ കേട്ടാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറകളും രക്ഷപ്പെടും. ഞാനും എൻ്റെ തലമുറകളും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ട് വിശ്വസിച്ച് കർത്താവിനെ ആരാധിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറകളും രക്ഷപ്പെടും. കർത്താവ് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ.
നിങ്ങൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവം തമ്പുരാൻ പറയുന്നു. കേട്ട് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലാത്തവൻ ഒന്നും രക്ഷപ്പെടുകയില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേൾക്കാം, കേട്ട് കർത്താവിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. എന്നാൽ നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറകളും രക്ഷ പ്രാപിക്കും. അല്ലാണ്ട് നിങ്ങൾ എന്താണ് ദൈവമക്കളെ കളിയാക്കാനും പരിഹസിക്കാനും പോകരുത്. ഇപ്പം വന്ന് ദൈവത്തെ പറയുന്ന അവസ്ഥയായി. അത് നല്ലതല്ല. ശാപം ഇരന്ന് വാങ്ങുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.